മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും ഒക്കെ പ്രണയത്തെക്കുറിച്ച് ഒരു പേരക്കുട്ടി സമൂഹ മാധ്യമങ്ങളിൽ ഒരു ദൃശ്യം പങ്കുവച്ചു. അത് വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ആളുകൾ സ്വീകരിക്കുന്നുണ്ട്. വർഷമേറെ ചെന്നാലും അവരുടെ വിവാഹ വാർഷികം അവർ മറക്കുന്നില്ല. അത് ആഘോഷപൂർവ്വം തന്നെ കൊണ്ടാടുന്നു. കാർത്തികയുണ്ട്. കാർത്തിക, ഈ വിവാഹം കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ ഒരു 3-4 വർഷമൊക്കെ വിവാഹ വാർഷികമൊക്കെ കാര്യമായി ആഘോഷിക്കുന്നവരുണ്ട്. പിന്നെ ജീവിത പ്രാരാബ്ധങ്ങളും അല്ലേ, അതിൻ്റെ ചൂടൊക്കെ ആകുമ്പോൾ അതൊക്കെ ആഘോഷങ്ങളൊക്കെ കുറഞ്ഞു വരും. പക്ഷേ നമ്മളെയൊക്കെ ഞെട്ടിക്കുകയാണ് ഈ 60 വർഷവും അതേ ഊഷ്മളതയോടെ ഈ സ്നേഹം നിലനിർത്തുക, ആഘോഷം അതുപോലെ കൊണ്ടാടുക എന്ന്. അതും ആശുപത്രി കിടക്കയിൽ നിന്ന് പോലും. എനിക്ക് തോന്നുന്നു യുവാക്കളോടാണ് ഇവർ പറയുന്നത് പ്രണയിക്കേണ്ടത് എങ്ങനെയാണെന്നല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈ വീഡിയോയിൽ തുടങ്ങുന്നത് എങ്ങനെയാണ്, ദ സ്വീറ്റസ്റ്റ് തിങ് യു എവർ സീൻ ടുഡേ എന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മധുരമായ ഒരു വീഡിയോ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ട ഈ വീഡിയോ എന്ന് പറയുന്നത്. കാരണം 60 വർഷത്തെ ദാമ്പത്യമാണ്. ഈ എല്ലാ വർഷങ്ങളും പ്രണയവിവാഹമായിരുന്നു ഈ അപ്പൂപ്പനും അമ്മൂമ്മയും. അതിനുശേഷമുള്ള വിവാഹത്തിന് ശേഷമുള്ള എല്ലാ വർഷവും അവർ ഈ ആനിവേഴ്സറി ആഘോഷിക്കുമായിരുന്നു. പക്ഷേ ചില ആരോഗ്യ പ്രശ്നങ്ങളാൽ ഈ വർഷം അമ്മൂമ്മയ്ക്ക് ആശുപത്രിയിലാവേണ്ടി വന്നു ഈ വിവാഹം നടന്ന ദിവസം. എന്നാലും ആ ഒരു സ്നേഹം കൈമാറാനുള്ള ആ ഒരു സമ്മാനങ്ങളും സ്നേഹവും എല്ലാം കൈമാറാനുള്ള ആ ഒരു മുഹൂർത്തം, ആ ഒരു മൊമെൻറ്റ്, അത് മിസ്സാക്കാൻ രണ്ടുപേരും തയ്യാറായിരുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അമ്മുമ്മ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ അപ്പൂപ്പൻ പാട്ട് പാടിയാണ് ഈ അമ്മുമ്മയെ ആശുപത്രിയിലേക്ക് പറഞ്ഞയക്കുന്നത്. തീർന്നില്ല, ആശുപത്രിയിലെത്തി ഈ വിവാഹ വാർഷിക ദിനത്തിൽ ഈ അമ്മൂമ്മ ആശുപത്രി കിടക്കയിൽ ഇങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് സർപ്രൈസ് ആയിട്ട് അപ്പൂപ്പൻ ചില സമ്മാനങ്ങൾ അയക്കുകയാണ് അമ്മൂമ്മയ്ക്ക്. ഇത് മാത്രമല്ല, ഇത് കണ്ട അമ്മൂമ്മ ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുന്ന ആ ഒരു വീഡിയോ നമ്മൾ കാണുന്നുണ്ട്, ആ ഒരു റിയാക്ഷൻ നമ്മൾ കാണുന്നുണ്ട്. തിരിച്ച് അപ്പൂപ്പന് ഒരു ബൊക്കെ, ഒരു ഫ്ലവേഴ്സിൻ്റെ ഒരു ബൊക്കെ തിരിച്ച് ഈ അമ്മൂമ്മയും സമ്മാനമായി നൽകുന്നു. അവിടെയും തീർന്നില്ല, തിരിച്ച് ഈ അമ്മൂമ്മ വീട്ടിലേക്ക് വരുമ്പോൾ അപ്പൂപ്പനും ആവശ്യതയുണ്ട്, പ്രായത്തിൻ്റെതായ ആവശ്യതകളുണ്ട്. എന്നാലും തൻ്റെ ഭാര്യയെ സ്വീകരിക്കാൻ വേണ്ടി ആ ഒരു സ്നേഹം, ആ ഒരു ഗെസ്റ്റർ ഉണ്ടല്ലോ, അത് ശരിക്കും ഇവരൊക്കെ കണ്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. അമ്മൂമ്മയെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വരുന്നു, അവർ ഹഗ് ചെയ്യുന്നു. അത് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. ഇപ്പം നമ്മൾ ദിവസവും ഓരോ വാർത്തകളിൽ വായിക്കുന്നുണ്ട്, ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കൊടുത്തില്ല, അല്ലെങ്കിൽ ദുബായ് കൊണ്ടുപോയില്ല. ഇതൊക്കെ കണ്ട് ഇങ്ങനെ ആഘോഷിക്കാത്തവർക്ക് ആഘോഷിക്കാൻ തോന്നുവാണെങ്കിൽ നല്ലതാണ്. പക്ഷെ ആഘോഷിക്കാൻ ചെല്ലുമ്പോൾ പിന്നെ ഇപ്പോൾ ഒരു സ്നേഹം എന്നായിരിക്കും പലർക്കും മറുപടി കിട്ടാനും പോവുക ജീവിതത്തിൽ എന്ന് തോന്നുന്നു. ശരി കാർത്തിക.